ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ബീഫ് അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ബീഫ് 1/2 കിലോ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടൊരു 4 വിസിൽ വരുത്തുക. ലേശം മഞ്ഞളും ഉപ്പിട്ടിട്ട്. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ബീഫ് വെന്ത് ഇനി ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 കപ്പ് ബീഫ് പൊരിച്ചെടുക്കാൻ. ഇനി ചൂടായതിന് ശേഷം കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. നല്ലോണം ഞെരിയണ്ട. ഇനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. അങ്ങനെ മുഴുവനായിട്ടും ഇതേപോലെ പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. ഇനി എല്ലാ ബീഫും ഇതേപോലെ പൊരിച്ചെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അത് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിലുള്ള വെള്ളമൊക്കെ വറ്റി കളറ് മാറി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി നടുവേ കീറിയത് ഇട്ട് കൊടുക്കുക. അത് നിർബന്ധമല്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിക്കണമല്ലോ. ഇനി അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കണം. 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി, എരിവില്ല മുളക് പൊടി. മുളക് പൊടി ഓരോരുത്തരെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് ഒഴിക്കുക. പോരെങ്കിൽ പിന്നെ ഒഴിക്കുക. അധികം വെള്ളമായി കൊണ്ടല്ലല്ലോ. ഇനി അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണത്. അതിട്ട് കൊടുക്കുക. ഇനി കായപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ തിളച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി പൊരിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. വിനാഗിരി പോരെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.